ഹലോ, എൻ്റെ പേര് ദിബു എന്നാണ്. ചേർത്തല തങ്കി എന്ന് പറയുന്ന സ്ഥലത്താണ് വീട്. അപ്പോൾ ഞാനിങ്ങനെ സോളാറിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വന്നപ്പോൾ വളരെ പരിചിതനായ ഒരു സുഹൃത്തിൻ്റെ വഴി കാര്യങ്ങൾ അന്വേഷിക്കുകയും സോളാറിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു 3000, 3500, 4000 രൂപയ്ക്ക് മുകളിൽ കറണ്ട് ചാർജ് അതിനെയൊക്കെ നമുക്ക് ഒഴിവാക്കാനുള്ള ഒരു ഐഡിയ കിട്ടുമെന്ന് ആയി. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് സോളാറിലേക്ക് വന്നത്. പിന്നെ പെട്ടെന്നൊരു ദിവസം തീരുമാനിച്ച് വന്നതിൻ്റെ കാര്യം, ഞാനൊരു EV എടുക്കുകയും EV ചാർജ് ചെയ്യാനുള്ള ഒരു പ്രൊവിഷന് വേണ്ടി സോളാർ എടുക്കുമെന്നുള്ള ഒരു ചിന്താഗതിയിലേക്ക് വരികയും ചെയ്തപ്പോഴുകൂടി EVയുടെ ചാർജിങ്ങും അതുപോലെ തന്നെ വീട്ടിലെ യൂസേജും നല്ല സുഖമായി നടക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തുച്ഛമായി പറഞ്ഞാൽ ഒരു 1000 രൂപയ്ക്ക് താഴത്തെ നമുക്ക് കറണ്ട് ചാർജ് വരുന്നുള്ളൂ. 4000-ന് മുകളിൽ പോയിക്കൊണ്ടിരുന്ന രീതിയിൽ EV ഇല്ലായിരുന്ന സമയത്ത് നമുക്ക് എടുത്തതായിരുന്നു. പക്ഷേ EV കൂടി വന്നിരുന്നെങ്കിൽ അത് 10000 രൂപയ്ക്ക് മുകളിൽ പോയേനെ. ആ സിറ്റുവേഷനിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ 1000 രൂപയ്ക്ക് താഴത്തുള്ള കറണ്ട് ചാർജിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പം ഞങ്ങളെങ്ങനെയാണ് EVയിലേക്ക് മാറിയതിൻ്റെ ഒരു കേസ് എന്ന് പറഞ്ഞാൽ, എൻ്റെ വൈഫ് ഡെയിലി ഇവിടെ ചേർത്തല ടു എറണാകുളം ട്രാവൽ ചെയ്യുന്നൊരു ആളാണ്. അപ്പോൾ ഡെയിലി ഒരു 100 കിലോമീറ്റേഴ്സ് ഓടുന്നുണ്ട്. അപ്പോൾ ആ കേസിൽ ഞങ്ങൾക്ക് ഒരു 3 ദിവസം കൂടുമ്പോൾ ഒന്ന് ചാർജ് ചെയ്യണം, ഫുൾ ടൈം ചാർജ് ചെയ്യണം. മിനിമം 20% to 100% ചാർജ് ചെയ്യേണ്ടി വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ ചാർജ് ചെയ്തിട്ട് പോലും നമുക്കിപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഏകദേശം ഇപ്പോൾ വണ്ടി എടുത്തിട്ട് കഴിഞ്ഞ നവംബറിലെടുത്താണ്. ഏകദേശം ഇപ്പോൾ 15000 കിലോമീറ്റർ ആയി. 7 മാസം കൊണ്ട് അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ട്, യൂസേജ് ഉണ്ട്. ആ കേസിൽ നമ്മൾ ഹാപ്പിയാണ് സോളാറിൻ്റെ ഉപയോഗത്തിൽ. അപ്പോൾ ഞാനിങ്ങനെ സോളാറിനെ കുറിച്ച് ആലോചിച്ചപ്പോൾ ഞാനിങ്ങനെ സെഡ്നെ കോൺടാക്ട് ചെയ്തപ്പോൾ അവർ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു, എങ്ങനെയൊക്കെ ചെയ്യണം. അതുപോലെ തന്നെ സബ്സിഡി ഞാനൊന്ന് എടുക്കുന്ന സമയത്ത് എനിക്ക് 54,000 ആണ് സബ്സിഡി കിട്ടിയത്. സബ്സിഡി ഡോക്യുമെൻ്റ് എല്ലാം അവർ ചെയ്തു തന്നു. അതുപോലെ തന്നെ ഞാനിങ്ങനെ ഫണ്ട് അവർ പറഞ്ഞ എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുത്തിട്ട് അതിനുശേഷം 1 വീക്കിനുള്ളിൽ ഇൻസ്റ്റലേഷൻ നടന്നു. പിന്നെ KCB സൈഡിൽ നിന്ന് ഒരു 1 മന്തോളം എടുത്തു അവർ വന്ന് ആ മീറ്റർ മാറ്റി അപ്ഡേറ്റ് ചെയ്യാനുള്ള സിറ്റുവേഷനൊക്കെ. ബാക്കി എല്ലാ പ്രോസസ്സ് സെറ്റിനായിട്ടുള്ള ബന്ധപ്പെട്ട് എല്ലാം ക്ലിയർ ആണ്. അതിനുശേഷം ഈ പ്രോസസ്സിന് ശേഷം ആഫ്റ്റർ ഇൻസ്റ്റലേഷൻ അവിടെ നിന്ന് നമ്മൾ കോൾ ചെയ്യും, നമ്മുടെ ഫീഡ്ബാക്ക് ചോദിക്കും. നമ്മുടെ ഫീഡ്ബാക്ക് നെഗറ്റീവ് ആണെങ്കിൽ വീണ്ടും അവിടെ നിന്ന് ആരെങ്കിലും അതിനെക്കുറിച്ച് സംസാരിക്കാൻ വിളിക്കും. അങ്ങനെ നമ്മൾ 100% സാറ്റിസ്ഫൈഡ് ആകുന്നവരെ അവർ നമ്മൾ കോൺടാക്ട് ചെയ്തിരിക്കും. അപ്പോൾ ആ കാര്യത്തിലെല്ലാം നമ്മൾ ഹാപ്പിയാണ്. അത് ഇനി ആര് അതിൽ ചൂസ് ചെയ്താലും എന്നും 100% ഔട്ട്പുട്ട് കിട്ടുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.